അച്ഛാ ഞാൻ അറിഞ്ഞൂടാൻ വയ്യാത്തോണ്ട് ചോദിക്കുക. ഇത്രയും വലിയ ടേബിളും കിടന്നിട്ട് കസേരയും കിടന്നിട്ട് ഫാനും ഉണ്ടായിട്ട് നമ്മൾ എന്തിനാണ് ഈ തറയിലിരിക്കുന്നത്? എന്റെ മക്കളെ ഇതെന്തോന്നു നീ പറയണ കേക്ക്. ഈ കഞ്ഞി കുടിക്കാന്ന് ഞാൻ തറയിരുന്ന് തന്നെ കുടിക്കണം. ഈ കഞ്ഞി പഴങ്കഞ്ഞിയൊക്കെ കുടിക്കുമ്പോഴല്ല തറയിരുന്ന് കുടിച്ചാലേ എൻ്റെ സുഖം കിട്ടുള്ളൂ. പണ്ട് അമ്മ ഞങ്ങൾക്ക് കഞ്ഞിയൊക്കെ തരുമ്പോൾ ഇങ്ങനെ ഇതുപോലെ പിടിച്ചിരുത്തി ഈ പ്ലാവിലൊക്കെ കോട്ട് ചെയ്ത് കഞ്ഞി തരും. അത് തറയിരുന്ന് കുടിക്കുമ്പോണ്ടല്ല ആ ഒരു ടേസ്റ്റ്, ആ ഒരു സുഖം നമ്മളെ ഈ ഡൈനിങ് ടേബിളിൽ നിന്ന് കുടിച്ചാൽ കിട്ടൂല. മോള് പാത്രം ഇങ്ങോട്ട് വെച്ചേ. പഴയ കാലത്ത് ഇങ്ങോട്ട് വെച്ചേ. പിന്നെ എന്തൊക്കെ പറഞ്ഞാലും ശരി, എനിക്ക് നിലത്തിരുന്ന് കഞ്ഞി കുടിക്കാൻ പറ്റൂല. അമ്മ ഇവിടെ വന്ന് ഇരിയമ്മ. എന്തായാലും വെച്ചില്ലേ ബാങ്ക് മാനേജറിന്റെ ഭാര്യയായുള്ളൂ. ബാങ്ക് മാനേജറിന്റെ ഭാര്യയല്ല, നിലത്തിരുന്ന് കഞ്ഞി കുടിക്കാനും പറ്റില്ല, എനിക്ക് കൊണ്ട് ഒരു പണിയും ചെയ്യാൻ പറ്റില്ല. നീയൊക്കെ തന്നെ കാരണം, നിന്നൊക്കെ പറ്റതിന് ശേഷം എനിക്ക് അനങ്ങാൻ വയ്യാതെ. നിലത്തിരുന്ന് കഴിഞ്ഞാൽ പിന്നെ രണ്ടുപേര് വരണം പോക്കെ. ഇങ്ങോട്ട് ഇരി മണി. നമ്മളെ പ്രസവിക്കാൻ വാ ഇവിടെ ഇരി. മണി നീ കൊണ്ട് ഇരി. ഇതാ ചമ്മന്തി എടുക്കും മോളെ. മനുഷ്യനെ കൊണ്ട് ഇതൊക്കെ എങ്ങനെ കുടിക്കും? എണീക്കാൻ നേരത്തില്ല, JCB വിളിക്കേണ്ടി വരും. ഞങ്ങള് പിടിച്ച് എണീപ്പിക്കാൻ മണി. എനിക്ക് നടക്കാൻ വയ്യ. കുറച്ചുകൂടെ കഞ്ഞി തരൂ. ഇത് ആർക്കച്ചാ കുരുവിക്കുക? ഇതൊന്നും ഇല്ലല്ലോ. കുടി കുടി ആ കഞ്ഞി എടേ കഞ്ഞി ആസ്വദിച്ച് കുടിക്കും മക്കളെ. കേട്ടാ, കഞ്ഞി ഇരിപ്പുണ്ട്, അകത്ത് പോയി എടുക്കണേ. എന്റെ അടുത്ത് എന്നെ പറഞ്ഞു വിടും. ഇതിങ്ങനെ വെള്ളം കിട്ടൂലാണ്ട ഇങ്ങനെ തുള്ളി തുള്ളി ആയിട്ട് അതിങ്ങനെ കോരി ഉടനെ കുടിക്കണം. നോക്ക് അച്ഛൻ കുടിക്കുന്ന നോക്ക്. കണ്ട എന്ത് ടേസ്റ്റ് ആയിട്ട് കുടിക്കും. ബാധിച്ചു. ഇങ്ങനെ വെച്ച് കഴിക്കാൻ പറ്റില്ല, ഞാൻ കഴിക്കണം. അതെന്തോന്നത്? എന്താ ചിരിക്കണ ചുമ്മാ ഇരുന്ന്? ഇന്ന് ചുമ്മാ ചിരിക്കണേ. മക്കളെ അമ്മയ്ക്കൊരു ആഗ്രഹം. എന്ത്? ഇനി എന്താ ആഗ്രഹം? ഒരു ആൺകുട്ടിയും കൂടെ വേണം. ഓ അത്ര ഉണ്ടായിരുന്നുള്ളോ? ആയിക്കോട്ടെ, ഒന്നുകൂടെ ആവട്ടെ, ഞങ്ങൾക്കൊരു കൂട്ടും ആവുമല്ലോ. ഞങ്ങക്ക് വിരോധമില്ല കേട്ടോ. ഒരു വിരോധം. പൊന്നുമക്കളെ, ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞില്ല. ഞാൻ പറഞ്ഞത് ഇപ്പോഴത്തെ കാര്യമല്ല. പണ്ട് എനിക്ക് 2 പെൺപിള്ളേരായ കൂട്ടത്തിൽ ഒരു ആൺകുട്ടിയും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നേ പറഞ്ഞത്. എന്തമ്മ അങ്ങനെ വന്നേ? ഒരു ആൺകുട്ടികളോ നല്ലതല്ലേ? എന്ത് ഞങ്ങൾ രണ്ടുപേരും പോരെ? പെൺപിള്ളേര് വേറെ, ആൺപിള്ളേര് വേറെ. അതെന്ത് വേറെ? ഓ ഒന്നും അറിയാത്ത പോലെ. ഒരു കാര്യം പറയാം, ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിലേ, പാതിരാത്രി അച്ഛന് പെട്ടെന്നൊരു നെഞ്ചുവേദന വന്നു, ആശുപത്രി കൊണ്ടുപോകണം. പെൺപിള്ളേരെ കൊണ്ടുപോകാൻ പറ്റുമോ? ആൺപിള്ളേരാണെങ്കിൽ ധൈര്യമായിട്ട് പറഞ്ഞു വിടാലോ, അല്ലേ? അതെന്ത് വർത്താനം അമ്മ പറയണേ? എന്ത് ഞങ്ങൾക്ക് എന്ത് കൊണ്ടുപോകാൻ പറ്റൂല അച്ഛനെ? ഇനി ആൺപിള്ളേരെ പോലെ അല്ല പെൺപിള്ളേര്. പെൺപിള്ളേര് പറഞ്ഞു വിടാൻ അമ്മമാർക്ക് പേടിയാണ്. ആൺപിള്ളേരാണെങ്കിൽ ധൈര്യത്തിൽ പറഞ്ഞു വിടാൻ പറ്റും. മനസ്സിലായോ? ആൺപിള്ളേർക്ക് 2 കൊമ്പ്. അതല്ല മക്കളെ, അമ്മ പറഞ്ഞതിൽ കാര്യമുണ്ട്. എന്താ അറിയുമോ, ഇപ്പം നമ്മൾ പത്രമൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എന്താണ് കാണുന്നത്? TV-യിൽ ന്യൂസിലേക്ക് കാണുന്നില്ലേ? പിടിച്ചുപറി, വെട്ടിക്കൊല, ഗുണ്ടായിസം, വീട് കയറി ആക്രമണം, പീഡനം, പെൺകുഞ്ഞുങ്ങളെയൊക്കെ പിഞ്ചു കുഞ്ഞുങ്ങളെ വരെ പീഡിപ്പിക്കുന്നുണ്ടല്ലേ? മനസ്സിലായ? നീ കാണുന്നില്ലേ? ന്യൂസിലൊന്നും കാണുന്നില്ലേ? ഇന്നത്തെ കാലഘട്ടത്തിന്റെ പ്രശ്നമാണ് മക്കളെ. പണ്ടത്തെ കാലത്ത് നമ്മളെ കാലത്ത് എന്റെ കുട്ടിക്കാലത്തൊന്നും ഇത് കേട്ടിട്ട് പോലും സമാധാനം. അതെ, അന്നും ഇതൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇന്നത്തെ അത്ര മീഡിയ സ്ട്രോങ് ആയിരുന്നില്ല അന്ന്. അതുപോലെ നിങ്ങൾക്ക് ഏത് നൂറ്റാണ്ടിലാണ് ഇപ്പൊ ജീവിക്കുന്നത്? പണ്ട് ഇങ്ങനത്തെ സംഭവമൊക്കെ സംഭവിക്കുമ്പം ദൂരദർശനം കാര്യങ്ങളൊക്കെ അല്ലേ നമുക്കുള്ളൂ. ഇതുപോലത്തെ ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക്, അത് ഇതെന്നൊക്കെ പറഞ്ഞ എത്ര ന്യൂസ് ചാനലാണ് ഇപ്പോൾ ഉള്ളത്. കുഞ്ഞു കാര്യങ്ങൾ സംഭവിച്ചാൽ പോലും ഇപ്പൊ നാട്ടിലെല്ലാരും അറിയും. മനസ്സിലായോ? അല്ല, അത് മാത്രമല്ല, ആൺകുട്ടികളാവുമ്പോണ്ടല്ലോ നല്ല ഫിസിക്കലി സ്ട്രെങ്ത് കാണും, മൈൻഡ് നല്ല സ്ട്രോങ് ആയിരിക്കും. എന്തോ പറഞ്ഞു പറഞ്ഞ മനസ്സിലായി. ആൺകുട്ടികൾക്ക് ആ ഒരു ധൈര്യവും കാര്യങ്ങളുണ്ട്. എന്ത് ചെയ്യാൻ, ഏത് രാത്രി ആണെങ്കിലും എവിടെയെങ്കിലും പോയി എന്ത് വേണം ചെയ്യാൻ ഒരു ധൈര്യം ഉണ്ടാവും. നല്ല സ്ട്രോങ് ആയിരിക്കും. അത് അച്ഛൻ അവിടെ തെറ്റി. പെണ്ണുങ്ങൾക്ക് എന്താ സ്ട്രോങ് അല്ലേ? അച്ഛൻ അവിടെ പറഞ്ഞത് തെറ്റാണ്. അതെ, സ്ത്രീകൾക്ക് പ്രസവിക്കാൻ പറ്റുന്നത് എന്തുകൊണ്ടാണ് ദൈവം തന്നിരിക്കുന്നതെന്ന് അറിയോ? അത് ദൈവം അങ്ങനെ പ്ലാൻ ചെയ്തിരിക്കുന്നത്. സ്ത്രീകൾ പ്രസവിക്കുക, ആണുങ്ങൾ മറ്റു പണികളൊക്കെ ചെയ്യുക. അല്ല, 10 മാസം പ്രസവിക്കാൻ വേണ്ടിയിട്ട് അവർക്കുണ്ടാവുന്ന ക്ഷമാശക്തി, പിന്നെ പ്രസവ വേദന സഹിക്കാനുള്ള സഹനശക്തി, അതെ ആണുങ്ങളെയും കാട്ടി ഉള്ളതേ സ്ത്രീകൾക്ക് തന്നെയാണ്. അപ്പൊ മെന്റലി ഫിസിക്കലി സ്ട്രോങ് ആർക്കാണ്? അച്ഛനൊന്ന് പറയണം, ആണാണോ പെണ്ണിനാണോ? അത് എങ്ങനെ തന്നെ അതെന്തെങ്കിലും ആട്ടോ. വേറെ കാര്യം, ഇപ്പം ഇവിടെ തന്നെ നമുക്ക് 5 മൂട് തെങ്ങുണ്ട്. ഒരു തേങ്ങ അടക്കാൻ ആളെ കിട്ടുന്നില്ല. ഇവിടെ ഒരു ആൺകുട്ടി ഉണ്ടായി, അച്ഛന്റെ കുട്ടിക്കാലത്തൊക്കെ അച്ഛൻ തെങ്ങി കയറി തേങ്ങ ഇടുവായിരുന്നു. അച്ഛൻ ഇപ്പൊ കാല് വയ്യ, ഒടിഞ്ഞതുകൊണ്ട്. ഇപ്പൊ ഒരു ആൺകുട്ടി ഇവിടെ ഉണ്ടായിരുന്നെങ്കിലും അവൻ കയറുമായിരുന്നു. അതാണ് പറഞ്ഞത്.
അപ്പൊ ഞങ്ങളെ പെണ്ണുങ്ങളെ കൊണ്ട് ഒന്നിനും പറ്റൂല എന്നാണ് അച്ഛൻ പറഞ്ഞത്. ഈ അച്ഛന്റെ കാര്യം, എന്റെ ദൈവമേ, ഈ അച്ഛൻ എന്തോന്നൊക്കെ അച്ഛൻ പറയണത്. വല്ലാത്ത കഷ്ടം തന്നെ കേട്ടോ ഇങ്ങനെ. നീ പെണ്ണുങ്ങളെ കൊണ്ട് എന്തൊക്കെ സാധിച്ചിട്ടുള്ളത് നീ ഒന്ന് പറഞ്ഞു കൊടുടി. ഇപ്പൊ യുദ്ധത്തിന് വരെ പോകുന്നുണ്ട്. പിന്നെ എന്തോന്നൊക്കെ വേണോ വെച്ചാ? എടി അതൊക്കെ സംബന്ധിച്ച് പെണ്ണുങ്ങൾ ഇപ്പൊ വലിയ വലിയ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്, വലിയ വ്യത്യാസമൊന്നുമില്ല. പക്ഷെ നീ ഒന്ന് ആലോചിച്ച് നോക്ക്, ഞാൻ ചത്ത കഴിഞ്ഞാൽ എന്റെ ചെതയ്ക്ക് ആര് തീ കൊളുത്തും? എന്ത് ഞങ്ങള് കൊടുത്ത തീ കത്തൂലേ? ചെത കത്തൂലേ? എടി അങ്ങനെയല്ലല്ലോ നമ്മുടെ രീതി. പിന്നെ ഓരോ രീതികളും പിടിച്ചോണ്ട്, ഓരോ രീതികളും പഴയ രീതിയും പിടിച്ചോണ്ടാകുമ്പോ നിങ്ങളൊക്കെ ഇരുന്നു എപ്പോഴും പെണ്ണുങ്ങൾ ഒരുമാതിരി ഉച്ചയ്ക്ക്. ഞാൻ പറഞ്ഞ ഒരു ഉദാഹരണമല്ലേ, ഇപ്പം തേങ്ങ പൊഴിഞ്ഞു പൊഴിഞ്ഞു വീഴുകയാണ്, ഒരാളെ കിട്ടില്ല. അതാണ് ഞാൻ പറഞ്ഞത്. എന്റെ പൊന്നച്ഛൻ, നത്തിങ് ഈസ് ഇമ്പോസിബിൾ. എല്ലാരെ കൊണ്ട് പറ്റും കേട്ടല്ല. ഇപ്പൊ സ്ത്രീകൾക്ക് അത് പറ്റൂല, ഇത് പറ്റൂല, തെങ്ങി കയറാൻ പറ്റൂല എന്നൊക്കെ പറഞ്ഞാൽ അത് തെങ്ങി കയറാൻ പറ്റാത്തത് പ്രശ്നം എന്തോ? ഇപ്പൊ തെങ്ങി കയറാൻ മക്കളെ കുറച്ച് കഞ്ഞി എടുക്കട്ടാ. കഞ്ഞിയുടെ കൂടി കൂടി അവള് കൂടി. എവിടം വരെ എത്തി? കൊണ്ടുപോകാൻ പ്ലാവില് അവൾക്ക് കുടിക്കാൻ അറിഞ്ഞൂടേലും